പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ ജെമിനിയിൽ കിടിലൻ 1-2 ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മുന്നോട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ ജെമിനിയിലെ പുതിയ ഫീച്ചർ അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ജെമിനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജെമിനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ അറിയേണ്ട ബേസിക് കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇതിന് മുമ്പും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ഇമേജ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് ഫസ്റ്റിൽ കാണുന്നത് അത് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം അല്ലേ. ഇനിയും പുതിയതുണ്ട്, പക്ഷേ ഇത് ആദ്യമേ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. ഇതപ്പം ഞാനൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ടച്ച് ചെയ്ത ഉടനെ തന്നെ നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓരോ ഇതാണ്. അപ്പം നമുക്കിവിടെ എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ഞാനിവിടെ ഇതേണ്ട ഈ ഒരു ഡൈനാമിറ്റ് എന്നുള്ള ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് അതിനുശേഷം ഞാനിവിടെ എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു പോസ്റ്റ് എന്താണ് പോസ്റ്റ് വരുന്നതെന്ന് അറിയത്തില്ല, നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ശേഷം തിയേറ്ററിൽ എന്നുള്ളത് മാത്രം കൊടുത്തിട്ട് ഒരു ഇത് കൊടുക്കുകയാണ്. ശേഷം തിയേറ്ററിൽ നിന്ന് കൊടുക്കാം. അപ്പോൾ എന്താണ് നമുക്കിത് പോസ്റ്റ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്ന് എഴുതുകയാണ്, ശേഷം തിയേറ്ററിൽ. അപ്പം ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതങ്ങ് സെൻഡ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതായത് നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു ശേഷം തിയേറ്ററിൽ എന്നുള്ള ഒരു പോസ്റ്റ് മാതിരി വെറുതെ ഒന്ന് എഴുതി ഇത് ചെയ്തേ ഉള്ളൂ. അപ്പം നമുക്ക് ഏത് രൂപത്തിലുള്ള ഇത് മോഹൻലാലിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശേഷം തിയേറ്ററിൽ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും വേണ്ടിയില്ല, ഇവിടെ ഞാൻ ഉദ്ദേശിച്ച് വേറെ രൂപത്തിലാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ അതായത് ഈ മോഹൻലാലിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് ഇതേ രൂപത്തിൽ റെഡിയാക്കി തരും. അതിവിടെ ഇത് കണക്ക് നിങ്ങൾ പല ഇതും കണ്ടിട്ടുണ്ടായിരിക്കും. ജെമിനിയിൽ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേമാതിരി നമ്മൾ ഏതെങ്കിലും ഒരു ഞാൻ ഇതിനു മുമ്പ് ഇത് കണക്ക് വീഡിയോ ചെയ്തിട്ടുള്ളതിനകത്ത് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു ഫോട്ടോ അങ്ങോട്ട് കൊടുത്തിട്ട് ഇന്ന രൂപത്തിലുള്ള ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് വേണം, ഇന്ന രൂപത്തിലുള്ള ഒരു ഇമേജ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അതേ രൂപത്തിൽ റെഡിയാക്കി തരും. ഇതിപ്പോൾ മോഹൻലാലിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് കറക്റ്റായിട്ടൊരു പോസ്റ്റർ ശേഷം തിയേറ്ററിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞത് കാരണം അതിങ്ങനെ അതേ രൂപത്തിലൊരു പോസ്റ്റർ മാതിരി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള ഒന്ന്. ഓക്കെ, പ്ലസിൻ്റെ ഐക്കോണിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ക്യാമറ, ഗാലറി, ഫയല്, ഡ്രൈവ്, നോട്ട്ബുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതറിയാമായിരിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു ഫോട്ടോ വല്ലതും ഒന്ന് കാണിച്ചിട്ട് അതെന്താണെന്ന് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ജെമിനി അത് പറയും എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗാലറിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് കൊടുത്തിട്ട് ഒരു നല്ലൊരു ഇമേജ് ഏത് രൂപത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡിയാക്കി തരും. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ. ഇപ്പോൾ ഒരു ഫയലിൽ എന്തെങ്കിലും ഇത് കാണിച്ചു കൊടുത്ത് ഫയലിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുത്തിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ളത് അത് പറഞ്ഞു തരും. അപ്പോൾ അതേ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അപ്പോൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഈ ഐക്കോണിലാണ് ടച്ച് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ. ഇപ്പം ഇനി അടുത്തത് ക്രിയേറ്റ് മ്യൂസിക്കും നമ്മൾ പറയുന്ന രൂപത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ളിടത്തോട്ട് ഒന്ന് ടച്ച് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളിവിടുന്ന് ഏതെങ്കിലും ഒരുപാട് ഇവിടെ ഒരുപാട് ഇത് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും നമുക്ക് ഒരെണ്ണം ഒന്ന് ചൂസ് ചെയ്യാം അല്ലേ. ചൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ലൈൻ കൊടുക്കാം. അപ്പോൾ ആ ലൈൻ അനുസരിച്ച് എന്തെങ്കിലും നമുക്ക് മ്യൂസിക് ഉണ്ടാക്കി തരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രിയേറ്റ് മ്യൂസിക് എന്നുള്ളതാണല്ലോ. അപ്പം ഇവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് പിക്ക് എ ട്രാക്ക് ടു റീമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരെണ്ണത്തിൽ നിന്ന് ടച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ലാറ്റിൻ പോപ്പ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് ഞാൻ ഐ ആം ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഇവിടെ എഴുതിയേക്കാം. അപ്പോൾ അത് ചേർത്തിട്ട് എന്തെങ്കിലും പാട്ട് വല്ലതും റെഡിയാക്കി തരുമോ എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഇത് ചേർത്തിട്ടൊരു പാട്ട് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇത് മലയാളത്തിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിലും വരുമായിരിക്കും. ഇപ്പോൾ ഓക്കെ, ഞാനിത് ഈ രൂപത്തിൽ ഐ ആം ഓക്കെ എന്നുള്ള രീതിയിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് വല്ല പാട്ട് വല്ലതും റീമിക്സ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ ഐ ആം ഓക്കെ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് റീമിക്സിൽ മിക്സ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. വലിയ വരികൾ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വരികളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ അതേ രൂപത്തിൽ ഇത് റീമിക്സ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
അപ്പോൾ 30 സെക്കൻഡിൻ്റെ ഇതാണ് ഇതിൽ വരുന്നത് കേട്ടോ. അപ്പം നമുക്കിവിടെ നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് കേട്ട് നോക്കാം. Se fue la tormenta, baby. La vibra está high, no low key. I am okay. El ruido de afuera no me afecta. Mi paz interior está intacta. Fluyendo con calma, yeah. Encontré mi alma, yeah. I am okay. I am okay. Okay. Yeah. അപ്പം നമ്മൾ കൊടുത്ത് ഐ ആം ഓക്കെ എന്നാണ് കൊടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് റീമിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാട്ടാണ് ഇപ്പോൾ റെഡിയാക്കി തന്നത് അല്ലേ. അപ്പോൾ ഇതേ രൂപത്തിൽ നമുക്ക് ഇപ്പോൾ ലെങ്തായിട്ടൊരു 2-3 വരിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊക്കെ റീമിക്സ് ചെയ്ത് നമുക്ക് പാട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ പുതിയ ഫീച്ചർ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ 2 ഫീച്ചർ, ക്രിയേറ്റ് ഇമേജും അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് മ്യൂസിക്, ഈ 2 പുതിയതാണ്. ഈ 2 ഞാനിത് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഫാസ്റ്റ് എന്നുള്ളത് കണ്ടുപിടിയായിട്ട് ഇതിപ്പോൾ നമ്മളിവിടെ ഫാസ്റ്റ് എന്നുള്ളിടത്തോട്ടൊന്ന് ടച്ച് ചെയ്ത ഉടനെ തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഫാസ്റ്റ് തിങ്കിങ് പ്രോ. അതായത് ഫാസ്റ്റായിട്ട് പ്രോ ലെവലിൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഗൂഗിൾ AI+ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസയൊക്കെ മുടക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ ഇവിടെ അല്ലാതെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പൈസ മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പം ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം കേട്ടോ, അപ്ഗ്രേഡൊക്കെ ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം. പക്ഷേ ഞാനിത് റിട്ടേൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫാസ്റ്റ് എന്നുള്ളത് അപ്പോൾ ഈ രൂപത്തിലാണിത്. അപ്പോൾ ഇവിടെ ഈ മൈക്കിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൻസർ വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് ഈ മൈക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മൈക്ക് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഞാനിപ്പോൾ ഒന്ന് സെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൈക്കിൻ്റെ തൊട്ടടുത്ത ഐക്കോണിൽ ഇതിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുകയാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. അതുകൊണ്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഈ ഐക്കോണിൽ ഞാനൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. എനിക്ക് കുറച്ച് പർച്ചേസ്, അതായത് ഷർട്ട്, പാൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണം. അപ്പം ഇതിനായിട്ട് വില കുറഞ്ഞ സ്ഥലം, അതായത് ഈ ചെന്നൈയിൽ, അതായത് തമിഴ്നാട്ടിൽ എവിടെയായിട്ടാണ് വില കുറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെങ്കൽപ്പേട്ടാണുള്ളത്. എനിക്കിവിടുന്ന് അവിടോട്ട് പോകാനുള്ള എളുപ്പവഴി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പെട്ടെന്ന് അവിടെ എത്താനുള്ള ഒരു വഴിമാർഗം കൂടി ഒന്ന് പറഞ്ഞു തരണം. അപ്പം ഏതാണ് സ്ഥലം എന്നുള്ളത് കറക്റ്റായിട്ട് പറയണം. അതുകൊണ്ട് തന്നെ വഴിമാർഗം ഒന്ന് പറഞ്ഞു തരണം. ചെന്നൈയിൽ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ നല്ല സ്ഥലം ടി നഗറാണ്. അവിടെയുള്ള പോണ്ടി ബസാറും രംഗനാഥൻ സ്ട്രീറ്റും വളരെ പ്രശസ്തമാണ്. ഷർട്ടുകൾക്കും പാന്റുകൾക്കും നല്ല ഓഫറുകൾ കിട്ടും. നിങ്ങളിപ്പോൾ ചെങ്കൽപ്പേട്ടാണല്ലോ, അവിടുന്ന് ടി നഗറിലേക്ക് എത്താനുള്ള എളുപ്പവഴി ട്രെയിനാണ്. ചെങ്കൽപ്പേട്ടിൽ നിന്ന് താമ്പരത്തേക്കും പിന്നീട് താമ്പരത്ത് നിന്ന് മാമ്പലത്തേക്കും ട്രെയിൻ കയറിയാൽ മതി. മാമ്പലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാലുടൻ ടി നഗറായി. ഏറ്റവും വേഗത്തിലെത്താൻ ഒരുപക്ഷെ ടാക്സി ആയിരിക്കും, പക്ഷെ ട്രാഫിക് കൂടെ പരിഗണിക്കേണ്ടി വരും. എന്തു പറയുന്നു, ട്രെയിൻ മാർഗമാണോ വേണ്ടത് അതോ ടാക്സി മതിയോ? ഞാൻ ട്രെയിൻ മാർഗം പോകാനാണ് ആഗ്രഹിക്കുന്നത്, അതായിരിക്കും ബെസ്റ്റ്. തീർച്ചയായും ട്രെയിൻ മാർഗം പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. ചെങ്കൽപ്പേട്ടിൽ നിന്ന് മാമ്പലത്തേക്ക് നേരിട്ടുള്ള ട്രെയിനുകളുണ്ട്. മാമ്പലം സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഉടൻ ടി നഗറായി. അത്യാവശ്യം തിരക്കുള്ളൊരു റൂട്ടായതുകൊണ്ട് ധാരാളം ട്രെയിൻ സർവീസുകളുണ്ട്. നിങ്ങൾക്ക് സമയക്രമം നോക്കണമെങ്കിൽ കൃത്യമായ ട്രെയിൻ സമയം ഞാൻ പറഞ്ഞുതരാം. അതോ അപ്പോൾ കാണുന്ന ട്രെയിനിൽ കയറാനാണോ ഉദ്ദേശം? അപ്പം നമ്മൾ ഈ നമ്മൾ ചോദിച്ച് നമുക്ക് അതിനനുസരിച്ച് നമ്മളോടിപ്പോൾ ആൻസർ പറഞ്ഞല്ലേ, നമ്മൾ പറഞ്ഞത് അത് നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമ്മളിവിടെ ഈ മുകളിലോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ ചോദിച്ചതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പുതിയതായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് അവിടുന്ന് എന്തെങ്കിലും വാങ്ങാനോ എടുക്കാനോ ഒക്കെ നമുക്ക് അവിടെ സ്ഥലമൊന്നും അറിയത്തില്ല, കടകളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് ഇതുകൊണക്ക് ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുകൊണ്ടൊക്കെ അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. എവിടെയാണ് വില കുറഞ്ഞ സാധനങ്ങൾ കിട്ടുന്ന ഇങ്ങനെയുള്ള കടകളും, ഏത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇതുകൊണ്ടൊക്കെ ജെമിനിയോട് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചോദിക്കുന്ന ഇതുകൊണ്ടൊക്കെ ഈ മൈക്കിൻ്റെ തൊട്ടടുത്ത ഈ ഐക്കോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഐക്കോണാണിത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പം പുതിയ 2 ഫീച്ചർ ഞാൻ കാണിച്ചു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേറൊരു കാര്യം ഞാൻ കാണിക്കാം. ഇതുകൊണ്ടൊക്കെ
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ ആയിട്ട് ഈ പ്ലസിൻ്റെ ഐക്കോണിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഉദാഹരണമായിട്ട് എന്തെങ്കിലും ഒന്ന് കാണിക്കാം. ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഫോട്ടോ ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയുകയാണ്. ഓക്കെ, ഞാൻ മാർക്കറ്റിലൂടെ നടന്നു പോകുന്ന ഒരു ഇമേജ് എനിക്ക് റെഡിയാക്കി തരൂ. അപ്പോൾ ഞാനിവിടെ ഞാൻ മാർക്കറ്റിലൂടെ നടന്നു പോകുന്ന ഒരു ഇമേജ് റെഡിയാക്കി തരാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു ഇമേജ് റെഡിയാക്കി തരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഇത് കണ്ടതിന് ശേഷം ഞാൻ പറയാം എന്താണെന്ന്. അപ്പോൾ ഓക്കെ, എന്തായാലും വേണ്ടില്ല. ഇത് മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് തുണിയൊക്കെ ഉള്ള ഒരു തുണി കച്ചവടമൊക്കെ ചെയ്യുന്ന ഇതെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ തുണിയാണോ എന്താണെന്ന് അറിയില്ല. തുണികളും ഷൂ ഒക്കെയാണ്. ഷൂ ആണ്. ഷൂ ഒക്കെ വിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നാണ് ഞാനിങ്ങനെ എന്തോ പറയുന്നതായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ ഇതേ രൂപത്തിൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ മാർക്കറ്റിൽ നടന്നു പോകുന്നുണ്ട്, അന്നേരം വർത്തമാനം പറയുന്നതായിട്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ആ രീതിയിൽ ഇത് നമ്മുടെ ജെമിനി തന്നെ അങ്ങ് സ്വന്തമായിട്ട് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് തന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേണ്ടിയില്ല. നമ്മൾ പറയുന്ന ഏത് രൂപത്തിൽ പറയുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇത് കണക്ക് ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇത് കണക്കുള്ള ഇമേജൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഇവിടെ ആയിട്ട് ആദ്യം കാണുന്ന ആ പ്ലസിൻ്റെ ഐക്കോണിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ഗാലറിയിൽ ഇതിവിടെ രണ്ടാമതായിട്ട് ഗാലറി കാണുന്നുണ്ട്. ഗാലറി പോയിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്ന എന്താണ് ഏത് രീതിയിലാണോ അതിനനുസരിച്ചുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ക്രിയേറ്റ് ഇമേജും അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് മ്യൂസിക്കും, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലേണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 5ാമതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പല പല കാര്യങ്ങൾ അറിയാനും എടുക്കാനും ഒക്കെ ഈ ഒരു ഇത് സഹായിക്കും നിങ്ങളെ. അപ്പോൾ ഇതെല്ലാം നല്ല ഇപ്പം പുതിയ 2 കാര്യങ്ങൾ, ഇത് ക്രിയേറ്റ് ഇമേജും ക്രിയേറ്റ് മ്യൂസിക്കും ആണെങ്കിൽ പോലും ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് കണക്ക് പഠിക്കുന്നവർക്കാണേലും ജോലി ചെയ്യുന്നവർക്കാണേലും എല്ലാവർക്കും ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്കുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണക്ക് വീണ്ടും ഇത് ട്രൈ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.